ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഇന്ന് നമുക്കൊരു വാട്ടായിട്ട് വീഡിയോ കണ്ടുപിടിക്കാമല്ലോ. ഇതേ രാവിലെ ഞാൻ ബാങ്കിൽ നിന്നാട്ടോ രാവിലെ ഭക്ഷണം കഴിക്കാറ്. ബാങ്കിലേക്ക് കൊണ്ടുവരാറ്. രാവിലെ എനിക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള സമയം കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് ബാങ്കിൽ വന്നിട്ടാണ് കേട്ടോ കഴിക്കാറ്. ഞാൻ ഇന്ന് ചപ്പാത്തിയും നല്ല മീൻകറിയാണ് കേട്ടോ എടുത്തത്. അപ്പം മീൻകറി ഉച്ചക്കത്തേക്കും കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പം ഇതേ മീൻകറിയൊക്കെ ഒഴിച്ച് ചപ്പാത്തി തിന്നാണ്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. 3 ചപ്പാത്തി ആട്ടോ രാവിലത്തേക്ക് കൊണ്ടുവന്നേ. അപ്പം അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ബാങ്കിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. കട്ടൻ ചായയും കുടിച്ച് ചപ്പാത്തി കഴിക്കുക. അപ്പം ഞാൻ ചപ്പാത്തി കഴിക്കട്ടെ കേട്ടോ. ഒരു 11:30 ആയപ്പോൾ വീണ്ടും അടുത്ത കട്ടൻ ചായ കേട്ടോ. ഇപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ ഒരു കേക്കും കൂടി ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, കൂടെ ഉള്ളവരൊക്കെ കളിയാക്കട്ടെ. അപ്പം ഞാൻ ഓരോട് പറയും, ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടായിരുന്നു. ബാക്കിൽ കൂടെ പോകുന്നത് ഉണ്ണേട്ടനാണ് കേട്ടോ. എൻ്റെ മുന്നിൽ വേറെ 2 ആൾക്കാരും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ക്യാമറയിലേക്ക് വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്ന ഒരു കേക്കും ഓരോന്നൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങി കേട്ടോ. ചക്കപ്പേരി ഉണ്ട്, അയിലക്കറി ഉണ്ട്, പിന്നെ അയില പൊരിച്ചതും ഉണ്ട്, പിന്നെ അതുല്യൻ്റെ മീൻകറി ഉണ്ട്. മീൻകറി എന്ത് മീനാന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഓള് മീൻകറിയും കൊണ്ടുവന്നുണ്ട്. അപ്പം ക്യാമറ അവിടെ സൈഡാക്കി വെച്ചിട്ട് കഴിക്കുകയാണ്. അപ്പം ക്യാമറ ശരിക്കും അങ്ങോട്ട് സെറ്റായില്ലേ എന്നൊരു സംശയം. അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഞങ്ങൾ ചോറുന്നാണ് കേട്ടോ. അതുല്യാണ്, നേരത്തെ കാണിച്ചു തന്നില്ലേ, അത് അതുല്യാണ് കേട്ടോ. അപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ വൈകുന്നേരം ഞാൻ ശർക്കര ജിലേബി കഴിക്കുന്നത്. ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന നിർമ്മലിൻ്റെ വീടിൻ്റെ അടുത്തോ വീട്ടിലോ ആണ് ഇന്ന് ഉത്സവമാണ്. അപ്പോൾ വരുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ശർക്കര ജിലേബി. ചോക്കുമുട്ടായി. അതിനോട് അത്ര താല്പര്യമില്ലെങ്കിലും ഞാൻ ഒന്നെടുത്ത് കഴിച്ച് ടേസ്റ്റ് അങ്ങനെ അധികം കഴിക്കുന്ന കൂട്ടത്തിലല്ല അത്. പിന്നെ രാത്രി ആയപ്പോൾ ഏട്ടൻ വരുമ്പോൾ പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൊറാട്ടയും ബാച്ചിക്കറിയും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു നല്ല ശീലമാണ് TV-ൻ്റെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഏട്ടൻ ഒഴികെ കേട്ടോ. ഏട്ടൻ കഴിക്കില്ലേ, ഞാനും എൻ്റെ മക്കൾക്കുള്ള നല്ലൊരു ശീലമാണ്. കണ്ടില്ലേ, ഏതോ യൂട്യൂബ് ചാനലാണ് TV-യിൽ അവിടെ വെച്ചുകൊണ്ടിരുന്നത്.